ഇന്ധനക്ഷാമം ഉണ്ടാകില്ലെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകരുതെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ. എല്ലാ ഔട്ട്ലെറ്റുകളിലും ആവശ്യത്തിന് സ്റ്റോക്കുണ്ട്. വിതരണ ലൈനുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുകയും ഇന്ധന ലഭ്യത ഉറപ്പാക്കുമെന്നും IOC വ്യക്തമാക്കി. ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താൻ സംസ്ഥാനത്തും പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്നു. സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. മന്ത്രിമാർ സുരക്ഷാ ക്രമീകരണങ്ങൾ പാലിക്കണം. അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിൽ ആരംഭിച്ച കൺട്രോൾ റൂമിൽ വാട്സപ്പിലും ബന്ധപ്പെടാനുള്ള സംവിധാനമൊരുക്കിയിട്ടുണ്ട്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് പോറലേൽപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിരോധത്തിന് ഒപ്പം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കണം. മന്ത്രിസഭാ യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്തിൻ്റെ ഭദ്രതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ പരമാധികാരത്തിന് പോറലേൽപ്പിക്കാനുള്ള നീക്കങ്ങളുണ്ടാകുന്നു. ഭീകരാക്രമണം ഒരു രാജ്യത്തിൻ്റെ തന്നെ പിന്തുണയോടെ നടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കും. ഈ ഘട്ടത്തിൽ നമ്മുടെ രാജ്യം സ്വീകരിക്കുന്ന എല്ലാ നടപടികളോടുമൊപ്പം അണിചേരുക എന്നത് ഏറ്റവും പ്രധാനമാണ്. കേരളവും അതീവ ജാഗ്രതയിലാണ്. വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലും തുറമുഖങ്ങളിലും ആളുകൾ കൂടുന്ന ഇടങ്ങളിലും ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കേണ്ടതിനാൽ യാത്രക്കാർ നേരത്തെ തന്നെ വിമാനത്താവളങ്ങളിൽ എത്തണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാനവും തയ്യാറാണ്. സെക്രട്ടേറിയറ്റിലും നോർക്കിലും കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. സംസ്ഥാനത്തും കനത്ത ജാഗ്രത തുടരുകയാണ്. വിമാനത്താവളങ്ങളിലും തുറമുഖത്തും അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും എല്ലാം ശക്തമായ പരിശോധനയുണ്ട്. വിമാനത്താവളങ്ങളിലാകട്ടെ 3 ടയർ സുരക്ഷാ ക്രമീകരണങ്ങളാണ്. പോലീസിന്റെ സാധാരണ പരിശോധന വിമാനത്താവളങ്ങളുടെ മുൻവശത്തുണ്ടാകും. അതിനുശേഷം CASF മറ്റ് സേനാ വിഭാഗങ്ങളുടെയും പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും വാഹനങ്ങൾ അകത്തേക്ക് കടത്തിവിടുക. വിമാനത്താവളത്തിലെ എൻട്രി പോയിന്റുകളിൽ പതിവ് പരിശോധനകൾ തുടരും. അതിനുശേഷം സെക്യൂരിറ്റി ചെക്കിൻ കഴിഞ്ഞ ശേഷം ബോർഡിംഗിന് മുമ്പ് വീണ്ടും യാത്രക്കാർക്ക് വിശദമായ പരിശോധന ഈ വിമാനത്തിനുള്ളിലേക്ക് കടക്കും മുമ്പ് ഉണ്ടാകും. ആ രീതിയിലുള്ള 3 ടയർ സുരക്ഷാ ക്രമീകരണങ്ങൾ, പരിശോധനാ സംവിധാനങ്ങളാണ് വിമാനത്താവളങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അത് ആഭ്യന്തര വിമാനത്താവളങ്ങളിലും അതുപോലെ വിമാനത്താവളത്തിലും അതുപോലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലുമൊക്കെ ആ രീതിയിലുള്ള സുരക്ഷാ പരിശോധനകളുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിൽ ശക്തമായ പരിശോധനകൾ തുടരുന്നു. വിമാനത്താവളം റെയിൽവേ സ്റ്റേഷനുകളിലും ഡോഗ് സ്ക്വാഡിന്റെ അടക്കം സാന്നിധ്യം, സാധാരണയിൽ കൂടുതൽ സാന്നിധ്യം ഉണ്ട്. സംശയം തോന്നുന്ന ആളുകളെയും ലഗേജുകളുമൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിലും പരിശോധിക്കും. അതുപോലെ ID പ്രൂഫ്, യാത്രക്കാരുടെ വിവരങ്ങൾ കൃത്യമായി പരിശോധിച്ചാകും റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെ ആളുകളെ യാത്രയ്ക്ക് അനുമതി നൽകുക. വിമാനത്താവളത്തിൽ ആളുകൾ നേരത്തെ, വിമാനത്തിൽ യാത്ര ചെയ്യുന്നവർ നേരത്തെ, പതിവിലും നേരത്തെ വിമാനത്താവളം എത്തണം. കാരണം സുരക്ഷാ പരിശോധനകൾ പല സ്ഥലങ്ങളിലുണ്ട്, പല ഘട്ടങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ എത്തി സുരക്ഷാ പരിശോധന സഹകരിക്കുന്ന നിർദ്ദേശം വിമാനത്താവള അധികൃതർ നൽകിയിട്ടുണ്ട്. ഈ വിമാനത്താവളങ്ങളിലും എയർപോർട്ട്, സീപോർട്ടിലും വിഴിഞ്ഞം തുറമുഖത്തിലുമൊക്കെ ഉള്ള സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് അപ്പുറത്തേക്ക്, റെയിൽവേ സ്റ്റേഷനിലുമൊക്കെയുള്ള സുരക്ഷാ ക്രമീകരണം അപ്പുറത്തേക്ക് ആളുകൾ കൂടുതൽ സ്ഥലങ്ങളിലൊക്കെ സേനയുടെ വിന്യാസവും അല്ലെങ്കിൽ സേനാ ഉദ്യോഗസ്ഥ സാന്നിധ്യവും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരം മൃഗശാലയിലടക്കം വലിയ തിരക്കുണ്ട് ഇന്നും. അതുകൊണ്ട് തന്നെ അവിടെയും പോലീസിനും അതുപോലെ തന്നെ സേനാ വിഭാഗങ്ങളുടെയും ഒക്കെ പ്രത്യേക പരിശോധനകളുണ്ട്. ജാഗ്രത പുലർത്തേണ്ട സമയമാണിത്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യത്തിൽ എല്ലാ തരത്തിലുള്ള സുരക്ഷാ പരിശോധനകളോടും പൊതുജനങ്ങൾ സഹകരിക്കുന്ന അഭ്യർത്ഥനയാണ് ജില്ലാ ഭരണകൂടവും സേനാ വിഭാഗങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിൽ ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കൺട്രോൾ റൂമിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലയാളികളുണ്ട്. അതിർത്തി സംസ്ഥാനങ്ങളിലടക്കം പ്രശ്നബാധിതമായ അതിർത്തി സംസ്ഥാനങ്ങളിലടക്കം മലയാളികളുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന കാര്യത്തിൽ പരിശോധനകളുണ്ട്. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ കൺട്രോൾ റൂം വഴി ആ നമ്പറുകൾ ഇതിനകം സർക്കാർ പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്കാണ് ആ കൺട്രോൾ റൂമിന്റെ ചുമതല. സംസ്ഥാനത്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവിടെയും ആ ഏകോപനം ഈ കൺട്രോൾ റൂം വഴിയായിരിക്കും. ചീഫ് സെക്രട്ടറിയുടെ കൃത്യമായ നിരീക്ഷണം, മേൽനോട്ടം ഇതിലുണ്ടാകും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അത്തരമൊരു കൺട്രോൾ റൂം തുറന്ന് സെക്രട്ടേറിയറ്റിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. കൃത്യമായ വിവരങ്ങൾ നോർക്കയിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെ സംസ്ഥാനവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ നിർദ്ദേശപ്രകാരം അതീവ ജാഗ്രതയിലാണ്. എല്ലാ തരത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും സംസ്ഥാനത്തും തുടരുകയാണ്. ഇന്ത്യ നൽകിയത് അനിവാര്യമായ തിരിച്ചടിയെന്ന് ശശി തരൂർ MP ന്യൂസ് 18നോട്. പ്രകോപനത്തിന് തിരിച്ചടി നൽകുമെന്ന് ലോകരാഷ്ട്രങ്ങളെ അറിയിച്ചതിന് ശേഷമായിരുന്നു ഇന്ത്യയുടെ നീക്കം. കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര ഇടപെടലുകൾ സ്വാഗതാർഹമെന്നും
പഹൽഗാമിൽ ഇന്ത്യക്ക് വീഴ്ച സംഭവിച്ചുവെന്നും ശശി തരൂർ ന്യൂസ് 18 പറഞ്ഞു. രാജ്യം കനത്ത ജാഗ്രതയിൽ തുടരുന്ന പശ്ചാത്തലത്തിൽ തലസ്ഥാനത്തും സമാനമായ ജാഗ്രതയാണ്. ശശി തരൂർ MP എന്നോടൊപ്പം ചേരുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് താങ്കൾ ഡൽഹിയിലേക്കാണോ? ഞാൻ ഡൽഹിക്കാണ്. അവിടെ 1-2 ചടങ്ങും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഒരു കമ്മിറ്റി മീറ്റിംഗ് വിളിക്കാൻ കൂടി വിചാരിച്ചതായിരുന്നു. പക്ഷെ നമ്മുടെ സർക്കാരിന്റെ എല്ലാവരും ഇത്ര തിരക്കിലിരിക്കുമ്പോൾ അവരെ ഉപദ്രവിക്കേണ്ട മീറ്റിംഗിനെ ഒഴിവാക്കി. എന്തായാലും ഡൽഹിയിൽ 3-4 ദിവസങ്ങളുണ്ടാവും. അതാണ് എന്റെ ഉദ്ദേശം. എന്താണ് നിലവിൽ കിട്ടുന്ന ഒരു വിവരങ്ങൾ എന്താണ് ഡൽഹിയിൽ നിന്ന്? അല്ല, വിവരം കിട്ടുന്നതൊക്കെ ഇതൊരു ഒരു ഗൗരവമായ ഒരു വിഷയം തന്നെയാണ്. നമ്മൾക്കറിയാമല്ലോ, നമ്മളുടെ ആഗ്രഹമായിരുന്നു ഭീകരവാദികൾക്കൊരു സന്ദേശം അയക്കുക. എന്താ സന്ദേശം? നിങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ട് ഞങ്ങളുടെ ജനങ്ങളെ കൊന്നിട്ട് മിണ്ടാണ്ട് പോവാന്ന് വിചാരിക്കരുത്. അതിനൊരു മറുപടി ഉണ്ടാവും, ശക്തമായ മറുപടി ഉണ്ടാവും. ആ മറുപടി കൊടുക്കാൻ മാത്രമേ നമുക്ക് ഉദ്ദേശമുണ്ടാകുന്നുള്ളൂ. നമ്മുടെ ഒരു വലിയൊരു നീളമായ ഒരു യുദ്ധത്തിനൊന്നുമല്ല നമ്മൾ ഇറങ്ങിയത്. നമ്മളുടെ ഒരൊറ്റ ആവശ്യമായിരുന്നു ഒരു പാഠം പഠിപ്പിക്കുക, പിന്നെ മാറി നിൽക്കുക. പക്ഷേ പാകിസ്ഥാന് ഇതിനെ ഒരു യുദ്ധത്തിന്റെ രീതിയിൽ കൊണ്ടുപോയാൽ അവർക്ക് നമ്മൾ തിരിച്ചടി കൊടുക്കേണ്ടി വരും. അപ്പൊ എന്ത് സംഭവിച്ച ആദ്യം നിങ്ങൾക്കറിയാം, നമ്മളാ 9 സ്ട്രൈക്ക് ചെയ്ത ശേഷം നമ്മൾ ലോകത്തിനൊരു സന്ദേശം കൊടുത്തു. നമ്മൾക്കിതേ ഉള്ളൂ, നമ്മൾ വേറെ ഒരു ഉദ്ദേശവും ഇല്ല, നമ്മൾ വേറെ ഇനിയൊന്നും യുദ്ധം ചെയ്യാൻ പോകുന്നില്ല. പാകിസ്ഥാൻ അതിന് ആർട്ടിലറി ഷെല്ലിംഗ് അടിച്ചു. പൂഞ്ചിൽ 19 ജനങ്ങളുടെ ജീവിതം നഷ്ടപ്പെട്ടു, 59 പേര് ഇഞ്ചുറി ആയിട്ട് ആസ്പത്രിയിലാണ്. ആ സ്ഥിതിയിൽ നമ്മളും അതേപോലെ ആർട്ടിലറി ഷെല്ലിംഗ് മാത്രമേ ചെയ്തുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇന്നലെ പാകിസ്ഥാന് ഡ്രോൺസും മിസൈൽസും നമ്മളുടെ നഗരങ്ങൾക്ക് അയച്ചു. അത് നമ്മളുടെ മിലിറ്ററി ബേസസ് മാത്രമല്ല, നമ്മുടെ നഗരത്തിൽ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലത്തും കൂടി അവര് ആക്രമണിക്കാൻ ശ്രമിച്ചു. അതിന് മറുപടി കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങൾ മനസ്സിലാവണം, ഈ കാര്യത്തിലൊക്കെ ഒരു രാജ്യത്തിനൊരു മാന്യതയുടെ ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ട്, ഒരു സ്വാഭിമാനമുണ്ടല്ലോ. അപ്പൊ നമ്മളും അത് തിരിച്ചു കൊടുത്തു. ആ കൊടുത്തു എന്ന് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ലഹോറിന്റെ എയർ ഡിഫൻസ് സിസ്റ്റമിനെ നമ്മൾ പൊളിച്ചു കഴിഞ്ഞു. അപ്പൊ ഈ സ്ഥിതിയിൽ പാകിസ്ഥാന്റെ കയ്യിലാണ്. ഇനി നീട്ടണോ? ഇനിയും നിങ്ങൾ ചെയ്യണോ? ഇനി ചെയ്താൽ ഇനിയും അടി കിട്ടും. അത് സത്യം തന്നെയാണ്. ചൈന പാകിസ്ഥാനെ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. ബാക്ക് സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞാൽ അവര് ചൈനീന്നാണ് അവരുടെ പ്ലെയിൻസും അവരുടെ ടെക്നോളജിയും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ മേടിച്ചിരിക്കുന്നത്. അതെല്ലാം പണ്ടേ അറിയുന്ന ഒരു കാര്യമാണ്. അത് ഇന്നലെ മിനിങ്ങാന്നോ കിട്ടിയതല്ല, ഇതൊക്കെ മുമ്പേ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ്. അതെങ്ങനെയാണെങ്കിൽ ആൾക്കാർക്ക് പറഞ്ഞൊരു റഷ്യക്കാരുടെ പ്ലെയിൻസും ഒക്കെ നമുക്കുണ്ട്, ഫ്രാൻസിന്റെ പ്ലെയിൻസ് ഉണ്ട്, നമുക്ക് റഷ്യൻ എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട് S-400. അത് ഭയങ്കര സ്ട്രോങ് സിസ്റ്റമാണ്. അപ്പൊ ഈ പാകിസ്ഥാനി മിസൈൽസ് വരുമ്പോൾ അതിനെ തടുക്കാനും ബ്ലോക്ക് ചെയ്ത് പൊളിക്കാനുള്ള കഴിവുള്ള മിസൈൽസ് ആണ് നമുക്കുള്ളത്. ഈ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള തീരുമാനങ്ങൾ അത് അങ്ങ് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെയാണ് കോൺഗ്രസ് എന്നെ നോക്കിക്കാണുന്നത്? നോക്കൂ, ഞാൻ ഇന്നലത്തെ ഓൾ പാർട്ടി മീറ്റിംഗിൽ ഉണ്ടായിരുന്നില്ല, എനിക്കറിയില്ല എന്താ അവർ പറഞ്ഞത്. എനിക്കൊരു സംശയമില്ല, നമ്മുടെ വിദേശകാര്യ മന്ത്രിയും നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും അവരുടെ കൌണ്ടർ പാർട്ണറൊക്കെ നന്നായി സംസാരിച്ചിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, എന്താ ഉദ്ദേശിക്കുന്നതെന്ന് സ്പഷ്ടമായിട്ട് പറയില്ല. അതിനെക്കുറിച്ച് വലിയ സംശയമില്ല. അതായത് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം ഘട്ടം മുതൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഉൾപ്പെടെ മുമ്പോട്ട് വെച്ചിരുന്ന ഒരു വിമർശനം, ഈ പഹൽഗാമിൽ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. അതിൽ താങ്കളുടെ നിലപാട് എന്താണ്? അല്ലാതെ ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കില്ല. നമ്മൾ 26 മനുഷ്യന്മാര് മരിച്ചത് നമുക്കറിയില്ലേ. അപ്പൊ ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുള്ള സമയം ഇതാണോ? ഞങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോൾ നമ്മൾ എല്ലാവരും ഐക്യത്തോടെ നിൽക്കണം. രാജ്യത്തിന്റെ ഒപ്പം, സർക്കാരിന്റെ ഒപ്പം, നമ്മളുടെ പട്ടാളക്കാരോടൊപ്പം, നമ്മുടെ ആം ഫോഴ്സസിന്റെ ഒപ്പം. ഈ യുദ്ധമെല്ലാം കഴിഞ്ഞ ശേഷം ചില ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം വരുമായിരിക്കും. പക്ഷെ അത് ഇന്ന് തന്നെ ചെയ്യാനോ ഈ ആഴ്ച തന്നെ ചെയ്യാനോ എനിക്ക് ഒരു ആഗ്രഹവുമില്ല. എന്റെ അഭിപ്രായത്തിൽ ഈ സമയത്ത് നമ്മൾ എല്ലാവരും ഭാരതീയരാണ്. ആദ്യം സങ്കുചിത രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ പിന്നെ വരും. വളരെയധികം നന്ദി താങ്കളുടെ. ക്യാമറാമാൻ സന്തോഷ് കുമാറിനൊപ്പം